അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അശ്വതി. ഞാനൊരു നേഴ്സാണ്. രാമപുരത്തുനിന്ന് വരുന്നു. ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത് ഫേസ്ബുക്ക് വഴിയാണ് ആദ്യം 2018. എന്നിട്ട് ഞാൻ വന്നില്ല. ആലപ്പുഴ ഒരുപാട് ദൂരമായുണ്ട്. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പം എൻ്റെ കൊച്ചിൻ്റെ സ്കൂൾ ബസ്സിൽ നിന്ന് കൊച്ചിനൊരു പത്രം കിട്ടി. എന്നിട്ടും ഞാനത് വായിച്ചെങ്കിലും ഞാൻ വന്നില്ല. ഈ കൂടുതൽ കൊണ്ട് തന്നെയാണ്. പിന്നെ വീട്ടിലെല്ലാവരും എന്നെ വഴക്ക് പറയും ഇത്രയും ദൂരം പോകുന്നതിന്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ 2019 മാർച്ച് 13 കഴിഞ്ഞ് 23 ഞാൻ ഇങ്ങനെ പയ്യെ ദൈവം മനസ്സിൽ തോന്നിക്കുകയാണ് കൃപാസനത്തിലൊന്ന് വരണമെന്ന്. അപ്പം ഞാൻ ചിന്തിച്ചു കൃപാസനത്തിന് എന്താ ഇത്ര പ്രത്യേകത, എന്നാൽ ഒന്ന് പോകണമെന്ന് വിചാരിച്ചു. അപ്പം വീട്ടിൽ ബ്രദറിനോട് ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം ബ്രദർ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ബ്രദറും എൻ്റെ കൊച്ചും കൂടിയാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ വന്നപ്പം ഉടമ്പടി എല്ലാവരും എടുക്കണ കണ്ടു. അപ്പം ഞാനും ചെന്ന് ഉടമ്പടി എടുക്കാൻ വേണ്ടി അവിടെ ചെന്നു. 1ാമത്തെ കൗണ്ടറിൽ ചെന്നു. അപ്പം ഇസ്രായേലിൽ പോകാൻ വേണ്ടി ഞാൻ വിസ കാത്തിരുന്ന സമയമാണ്. അപ്പം വിസ കാത്തിരുന്ന സമയമായതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇസ്രായേലിൽ പോകാനുള്ളതാണെന്ന് പറഞ്ഞപ്പം 1ാമത്തെ കൗണ്ടറിൽ ആ ചേച്ചി എന്നോട് പറഞ്ഞു, മോളെ ഇപ്പം വിസ കാത്തിരിക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ ഉടമ്പടി എടുക്കണ്ട, ആരാധനയൊക്കെ എല്ലാ മാസം വന്ന് കൂടേണ്ടതല്ല, എടുക്കണ്ട എന്ന് പറഞ്ഞു. ഓക്കെ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ ആൾക്കാരെ കൂടെ അന്ന് ഇവിടെ കയറ്റുമായിരുന്നു. അപ്പോൾ അമ്മ മാതാവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം അമ്മ മാതാവിനെ കണ്ടു കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ച് നേരം അമ്മേനെ നോക്കി ഇങ്ങനെ നിന്ന് കഴിഞ്ഞ് ഞാൻ ഈശോയുടെ അടുത്തോട്ട് നോക്കിയപ്പോൾ ഒരു ചേച്ചി ഈശോയുടെ കാലിൽ ആണിയടിച്ച സ്ഥലത്ത് ഒരു ചേച്ചി മുത്തുന്ന കണ്ടു. അപ്പോൾ ഞാൻ ഹിന്ദു ആയതുകൊണ്ട് ഞാനിങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാനും പോയി മുത്തി. ആ മുത്തിയ സമയത്ത് എൻ്റെ മനസ്സിൽ എന്നോട് പറയാം നീ ഉടമ്പടി എടുത്താലേ നിൻ്റെ വിസ വരുവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നിയതായിരിക്കും, കർത്താവിശ്വാസം സംസാരിക്കണമെന്നും എനിക്കറിയില്ല. അപ്പം ഞാനത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങി. എന്നാലും ഞാൻ ഈ നടുക്ക് വന്ന് ഞാൻ ചിന്തിക്കുക എന്താണ് എന്നോട് അങ്ങനെ പറഞ്ഞത്. 1ാമത്തെ കൗണ്ടറിൽ നിന്ന് എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പിന്നെ എടുത്താലേ നിൻ്റെ വിസ വരുവുള്ളൂ എന്ന് പറയണോ, തോന്നിയതായിരിക്കും എന്ന് വിചാരിച്ചു. എൻ്റെ അനിയൻ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. അവൻ ഉടമ്പടി എടുത്തു. അവൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം അവൻ മുട്ടൊന്നും കുത്തത്തൊന്നുമില്ല. അപ്പം ഞാൻ അവനോട് പറയാം നീ മുട്ടൊക്കെ കുത്തി ചൊല്ലണം, ഇവനോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കുക. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ജപമാല ഒരിക്കലും ഞാൻ ചൊല്ലിയിട്ടില്ല. അപ്പം അതിനു മുമ്പ് ചൊല്ലാൻ ശ്രമിച്ചപ്പോഴൊക്കെ എനിക്ക് പറ്റാത്ത ഒരു പ്രാർത്ഥനയാണ് ജപമാല. അപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് എനിക്ക് ജപമാല ചൊല്ലണമെന്ന് തോന്നുക. അപ്പം ഞാൻ യൂട്യൂബ് എടുത്ത് നോക്കി ഞാൻ ജപമാല അവരുടെ കൂടെ ചൊല്ലി. ഒരു മാസത്തിനകം ഞാൻ ജപമാല സാധാരണ എല്ലാ മനുഷ്യരും ഓരോ രഹസ്യത്തിൽ ഇങ്ങനെ 10 വെച്ച് ഓരോ മണികളിലിങ്ങനെ ചൊല്ലുമ്പം എനിക്ക് തിരിച്ച് 20 ചൊല്ലി 30 ചൊല്ലി എനിക്ക് ചൊല്ലിയിട്ടും പോരാ. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് എന്താ പറ്റിയേ, എനിക്ക് മനസ്സിലായില്ല. എന്നിട്ട് മാർച്ച് 23 കഴിഞ്ഞ് ഏപ്രിൽ 1 മലയാറ്റൂർ ഇങ്ങനെ മല കയറാൻ പോയപ്പോൾ കൊന്ത വാങ്ങിച്ചു. ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞ് ഏപ്രിൽ 24 അപ്പോൾ ഈ മെസ്സേജ് ഇവിടെ കിടപ്പുണ്ട്, NRIസിന് ഉടമ്പടി എടുക്കാമെന്ന് ഞാൻ യൂട്യൂബിലൊക്കെ ഞാൻ വീഡിയോ ഒക്കെ കണ്ടു. അപ്പോൾ ഞാൻ എന്നോട് എന്തായിരിക്കും അങ്ങനെ പറഞ്ഞേ. ഞാൻ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, പക്ഷേ ജപമാല നിർത്തണില്ല. ഏപ്രിൽ 24 ഞാൻ അറിയുവാണ് അഖണ്ഡ ജപമാല കൃപാസനത്തിൽ ഇവിടെ ഈ ഹോളിലിരുന്ന് ചൊല്ലുന്നത് കണ്ടാണ്. അപ്പോൾ അഖണ്ഡ ജപമാലയുണ്ട്. അപ്പോൾ എനിക്ക് കൂടണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി. അപ്പോൾ ഞാനിവിടെ വന്നു അവിടെ അപ്പം ഓരോ രഹസ്യത്തിൽ ചൊല്ലി 4ാമത്തെ ഇത് ചൊല്ലി 400 നന്മ നിറഞ്ഞു പറയും ചൊല്ലിയാണ് ഞാനിവിടെ വരുന്നത്. അപ്പം വന്നു കഴിഞ്ഞ് അന്ന് ലൂർദ് മാതാവിൻ്റെ പ്രതിമ അവിടെയുണ്ട് ഫ്രണ്ടിൽ. അപ്പം ഞാൻ അകത്തോട്ട് കയറാൻ പോയപ്പോൾ അമ്മയോട് പറഞ്ഞു അമ്മ എൻ്റെ വിസ വന്നിട്ടില്ല, ഉടമ്പടി എടുക്കണമെങ്കിൽ അമ്മ എന്നോട് പറയണമെന്ന് പറഞ്ഞു. പറയണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്തോട്ട് കയറുന്ന സമയത്ത് ഒരു ചേച്ചിയുടെ ഇടത് കയ്യിൽ ഉടമ്പടിയുടെ പേപ്പർ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അമ്മ എന്നോട് എടുക്കണമെന്നാണല്ലോ പറയണേന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഒരു കെട്ട് പേപ്പറുമായിട്ട് അങ്ങ് പോവുക. ഉടമ്പടിയുടെ ഇങ്ങനെ ഇത് നിയോഗങ്ങൾ എഴുതാനുള്ള പേപ്പർ. അപ്പം ഞാൻ ചോദിച്ചു ചേച്ചി എനിക്കൊരു പേപ്പർ തരാമെന്ന് ചോദിച്ചപ്പോൾ അവിടെ ഒന്ന് ക്യൂ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ ഈ ഇസ്രായേലിൽ പോകാനുള്ള കഥ പറയുന്നതുകൊണ്ട് ഞാൻ ഇത്ര വിഷമാണ് ഉടമ്പടി എടുക്കണമെന്നും പറഞ്ഞ് നേരെ ഞാൻ വാതിലിലോട്ട് തിരിയുന്ന സമയത്ത് ഒരു ചേച്ചി എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. പക്ഷേ എന്നോടൊന്നും സംസാരിക്കുന്നില്ല, ഞാൻ അറിയത്തില്ലാത്ത ഒരാളാണ്. അപ്പം എൻ്റെ നേരെ കുറച്ച് നേരം ചിരിച്ചിട്ട് എൻ്റെ നേരെ ഒരു പേപ്പർ ഇങ്ങനെ നീട്ടിയത് 91 നമ്പറായിരുന്നു. അപ്പം സാധാരണ കൃപാസനത്തിൽ അന്ന് ഉടമ്പടിക്ക് വേണ്ടി കൗൺസിലിങ്ങിന് വിളിക്കുന്ന ആദ്യത്തെ 100 പേരെയാണ്.
അപ്പോൾ ഈ 91 കിട്ടി. ആ പേപ്പർ കിട്ടിയ ഉടനെ എൻ്റെ തലയിൽ നിന്ന് താഴോട്ടൊരു തണുപ്പിറങ്ങിപ്പോയി. അപ്പം ഞാനിവിടെ അച്ഛൻ്റെ ഇതിൽ കേട്ടിട്ടുണ്ട്, അമ്മ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവ് ഉണ്ടാവും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ അന്ന് അത് അമ്മ തന്നെയായിരുന്നു വന്നത്. അത് കഴിഞ്ഞ് ആ ചേച്ചി തന്ന ഉടനെ ഞാൻ ഈ ചേച്ചിയുടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ചേച്ചീനെ മാതാവ് കൊണ്ടുവന്നാന്ന് പറഞ്ഞപ്പം എന്നെ നോക്കി ആ ചേച്ചി ഒരു പരിചയമില്ലാത്തല്ലോ, അത്ര നേരമുള്ള ചിരിയില്ല, ഒന്നുമില്ല. ചേച്ചിക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് എന്നെ രൂക്ഷമായിട്ട് നോക്കുക. ആ ചേച്ചിക്ക് എന്നെ ഒരു പരിചയമില്ലാത്തപോലെ എന്നെ നോക്കുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് ഉടമ്പടി കിട്ടിയത്. അപ്പം ഉടമ്പടി കിട്ടിക്കഴിഞ്ഞ് നിൻ്റെ വിസ വരുവുള്ളൂ എന്നുള്ള രണ്ടാമത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് 28ാമത്തെ ദിവസം എൻ്റെ വിസ വന്ന് ഇസ്രായേലിൽ നിന്ന്. അത് കഴിഞ്ഞ് ഇസ്രായേലിൽ ഞാൻ പോയി. ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അതിലൊരനുഗ്രഹമാണ് ഒരു സ്കേബീസ് ഉള്ള ഒരു അമ്മച്ചീനെ എനിക്ക് നോക്കാൻ കിട്ടിയായിരുന്നു. അപ്പോൾ ഈ അമ്മച്ചീനെ അവർ ഏജൻസിക്കാർ പറയാണ്ടാണ് എന്നെ അവിടെ കൊണ്ടിട്ടത്. ആ അമ്മച്ചീനെ നോക്കാൻ തുടങ്ങി. ഒരു 5 ദിവസമായപ്പോൾ ഞാൻ അറിഞ്ഞു അമ്മച്ചിക്ക് ഭയങ്കര സ്കേബീസാണ്, ഗ്ലൗസൊന്നും ഉപയോഗിക്കാണ്ട് അവനെ നോക്കാൻ പാടില്ലെന്ന്. അപ്പോൾ അമ്മച്ചിയുടെ മേത്ത് ഈ ഉടമ്പടിത്തൈലും ഉപ്പും ഒക്കെ പുരട്ടാനായിട്ട് അവിടെ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ദൈവസ്നേഹം കൊണ്ട് എന്നാൽ എന്ത് പുരട്ടിയ ക്യാമറയൊക്കെ ഉള്ളതല്ലേ, പേടിക്കേണ്ടതാണ്. എന്നാലും ദൈവസ്നേഹം കൊണ്ടല്ലേ, ആരും ഒന്നും പറയത്തില്ല, ഇച്ചിരി പണിഷ്മെൻറ്റ് കിട്ടിയാലും വേണ്ടില്ല, എന്നാൽ അങ്ങ് പുരട്ടിയേക്കാന്ന് വിചാരിച്ചു. പുരട്ടി പിന്നെ അറിഞ്ഞ ആ ക്യാമറ വർക്കല്ലായിരുന്നെന്ന് ഞാൻ പിന്നെ അറിഞ്ഞേ. അങ്ങനെ അമ്മച്ചിയുടെ സ്കേബീസ് 1 മാസം കൊണ്ട് മാറുകയും ചെയ്തു. എനിക്ക് ഒട്ട് പിടിച്ചതുമില്ല. എന്നെ ദൈവം നന്നായിട്ട് സംരക്ഷിച്ചു അവിടെ. പിന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ വീടിൻ്റെ പെർമിറ്റിന് വേണ്ടി 3 മാസം പഞ്ചായത്തിൽ പെർമിറ്റിന് 3 പ്രാവശ്യം കൊടുത്തു. 3 പ്രാവശ്യം കൊടുത്തിട്ടും അയൽവാസി എപ്പോഴും എതിർപ്പ് പറയും. അവരുടെ വീടിൻ്റെ മുമ്പിലാണ്, അതുകൊണ്ട് അവരുടെ വീട് കാണത്തില്ല, അതുകൊണ്ട് പെർമിറ്റ് കൊടുക്കരുതെന്ന് പറഞ്ഞ് പഞ്ചായത്തിൽ പോയി ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുമായിരുന്നു. അവസാനം ഞാൻ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു, കാത്തിരുന്നു. എനിക്ക് പെർമിറ്റ് എന്തായാലും ദൈവം തരും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. എനിക്ക് കിട്ടുകയും ചെയ്തു. വീട് പണി പൂർത്തിയായി, ഞങ്ങൾ താമസവും തുടങ്ങി. പിന്നെ ഒരു സാക്ഷ്യമുള്ളത്, എനിക്ക് 2024 ഞാനൊരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുമായിരുന്നു. ക്ലിനിക്കിൽ 60 പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അവർക്ക് 2 സ്റ്റാഫിനെ വെക്കാനുള്ള വരുമാനം ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞാൻ പറഞ്ഞു ഞാൻ ഇറങ്ങിക്കോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഞാൻ 5-ാം തീയതി ഞാൻ 3-ാം തീയതി ഞാൻ ഇറങ്ങി. 8-ാം തീയതി ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ പോയി ബയോഡേറ്റ കൊടുത്തു. അവർ എനിക്കൊരു ഇൻ്റർവ്യൂ പോലും വെക്കാണ്ട് എന്നോട് പറഞ്ഞു വന്ന് വർക്ക് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ 9-ാം തീയതി ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന പ്രധാനമായിട്ടും പത്രപ്രവർത്തനം തന്നെയാണ്. അതിലൊരു സാക്ഷ്യമുള്ളത്, 2024 എനിക്ക് പത്രപ്രേക്ഷിതം ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ ഒരുപാട് സന്തോഷത്തോടെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൂടി പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി, മെഡിക്കൽ കോളേജിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു വള പണയം വെച്ചു. അപ്പം 35,000 രൂപയാണ് അവർ ടോട്ടൽ എമൗണ്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു എനിക്ക് 15 രൂപ മതി, ബാക്കി 20 എടുത്തോളാൻ പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പം അതിന് 300 രൂപ പലിശ അടയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പം മുമ്പിൽ അന്നേരം ജോലി ഇല്ലായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ എടുക്കേണ്ട ദിവസമായപ്പോഴത്തേക്കും ടെൻഷനായിപ്പോയി. ആ ടെൻഷനായി 1 ദിവസം മുമ്പ് എൻ്റെ ചേച്ചി എനിക്ക് 20,000 രൂപ ഇങ്ങോട്ട് ഞാൻ ചോദിക്കാണ്ട് തന്നെ എനിക്ക് തന്നു. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വീട്ടിൽ ഞാൻ കടമൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു, ഇഷ്ടംപോലെ പേർക്ക് കടം കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ കൊടുക്കുന്നതിന് വീട്ടിലൊരിച്ചിരി എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി, അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്കും തരുന്നില്ല, ഞാൻ എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പം ഞാൻ കണക്ക് പറയാമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി തന്നത്. പക്ഷേ ഞാൻ ചേച്ചിയോട് ചോദിച്ചൊന്നുമില്ല, ചേച്ചി അത് തരുമായിരുന്നു. എനിക്കങ്ങനെ അത് പണയെടുക്കാനും സാധിച്ചു. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടെ ഞങ്ങളുടെ ഒരു കരുണാഭവൻ ഉണ്ടായിരുന്നു. കരുണാഭവനിൽ അവിടെ പോയി ആഴ്ചയിൽ 1 ദിവസം പോയി അവിടെ വർക്ക് ചെയ്യുമായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ അമ്മച്ചിമാരോടൊക്കെ ഒരുപാട് വർത്താനം പറയാനും അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് ഉപവാസമാണ്. ആഴ്ചയിൽ 1 ഉപവാസം എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത്രയൊക്കെയാണ് എനിക്ക് കാരുണ്യപ്രവൃത്തികൾ. സങ്കീർത്തനങ്ങൾ 73-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെ ആനന്ദം. ദൈവമായ കർത്താവിനെ ഞാൻ അഭയം പ്രാപിച്ചിരിക്കുന്നു. അവിടുത്തെ പ്രവൃത്തികളെ ഞാൻ പ്രഘോഷിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് അശ്വതി കെ നായർ രാമപുരം തൻ്റെ അനുഭവ സാക്ഷ്യം
നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ ദൈവിക സന്നിധിയിൽ കടന്നു വരുവാനുണ്ടായ കാര്യങ്ങളും അതേ തുടർന്ന് എപ്രകാരം ഉടമ്പടിയോട് ചേർന്ന് നിൽക്കണമെന്നുള്ള തൻ്റെ ഉടമ്പടിക്കുള്ള സാക്ഷ്യത്തെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ വരികയും അതോടൊപ്പം തന്നെ ഈശോയുടെ കുരിശുരൂപത്തോട് തൻ്റെ ചേർത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഈശോ തന്നോട് സംസാരിക്കുന്ന അനുഭവം ഐശ്വര്യ എന്ന മകൾക്ക് ഉണ്ടാവുകയുണ്ടായി. ഉടമ്പടി എടുക്കുക എന്ന ചിന്ത മാത്രമാണ് ഈ മകളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. അതിനെ തുടർന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടിയോട് ചേർന്നുകൊണ്ട് തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയപ്പോഴും അത് 28 ദിവസത്തിനുള്ളിൽ തനിക്ക് തടസ്സങ്ങളായിട്ടുണ്ടായിരുന്ന വിസ അത് തിരിച്ചു കിട്ടുകയും അത് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിലും അത് ഈശോയുടെയും ദൈവത്തിൻ്റെയൊക്കെ ഒരു വലിയ സ്നേഹവും സംരക്ഷണവും ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജപമാല ഇങ്ങനെ ചൊല്ലുവാനുള്ള നിരവധിയായ ആഗ്രഹങ്ങൾ എത്ര വന്നാലും അത് സന്തോഷത്തോടെ ചൊല്ലുവാനുള്ള ഒരു വലിയ ആത്മധൈര്യവും ഒരു സന്തോഷമൊക്കെ ആയിരുന്നു ഈ മകളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ തനിക്കൊരു ജോലി നഷ്ടപ്പെട്ടപ്പോഴും അതിനെ തുടർന്നുകൊണ്ട് തന്നെ മറ്റൊരു ജോലി സമയത്തിന് ചുരുക്കത്തിൽ തന്നെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ടും ഉടമ്പടി ആയിരുന്നത് കൊണ്ടും അത് വേറൊരു ജോലി സ്ഥലത്തേക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ കൊണ്ട് തന്നെ അത് പാസ്സാകുവാനും ആ ജോലിയിലേക്ക് പ്രവേശിക്കാനും ഒക്കെ സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് തന്നെയാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം, ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഈ മകളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഇനിയും മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് ഉയർത്തട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.